സിംഗിന്റെ സ്മാരക വിവാദത്തിൽ മൗനം പാലിച്ചു കുടുംബം. തൽക്കാലം രാഷ്ട്രീയ ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കായി കാത്തു നിൽക്കുന്നുവെന്ന് കുടുംബത്തോട് അടുത്തുള്ള വൃദ്ധങ്ങൾ വ്യക്തമാക്കി. ഇപ്പോഴത്തെ വിവാദങ്ങളിൽ കുടുംബത്തിന് വിഷമമുണ്ട് എന്നാണ് വിവരം. അതേസമയം മൻമോഹൻ സിംഗിന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്ന ചടങ്ങിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്ന് എന്ന് BJP കുറ്റപ്പെടുത്തി. സംസ്കാരത്തിന് പ്രത്യേക സ്ഥലം അനുവദിക്കാതെ നിഗംബോധ്ഘട്ടിൽ സംസ്കരിച്ചതിലൂടെ മൻമോഹൻ സിംഗിനെ കേന്ദ്രം അവഹേളിച്ചുവെന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചിരുന്നു. മുൻ പ്രധാനമന്ത്രിമാർ അന്തരിച്ചാൽ ബഹുമാന സൂചകമായി സംസ്കരിക്കാൻ പ്രത്യേക സ്ഥലം അനുവദിക്കാറുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം കോൺഗ്രസിന്റേത് തരം താഴ്ന്ന രാഷ്ട്രീയ കളിയാണെന്നാണ് BJP മറുപടി നൽകിയിരിക്കുന്നത്. സ്മാരകം നിർമ്മിക്കുമെന്ന് കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങിൽ മൻമോഹൻ സിംഗിന്റെ കുടുംബത്തിന് അർഹിക്കുന്ന പരിഗണന നൽകിയില്ല എന്നും കോൺഗ്രസ് ആരോപിച്ചു. മുൻനിരയിൽ 3 സീറ്റ് മാത്രമാണ് കുടുംബത്തിന് നൽകിയതെന്നും കോൺഗ്രസ് നേതാക്കൾ നിർബന്ധം പിടിച്ചപ്പോൾ മാത്രമാണ് കൂടുതൽ സീറ്റുകൾ അനുവദിച്ചത് എന്നും കോൺഗ്രസ് വക്താവ് പവൻ ഖേര പ്രതികരിച്ചു. ദേശീയ പതാക മൻമോഹൻ സിംഗിന്റെ ഭാര്യയ്ക്ക് കൈമാറിയപ്പോൾ പ്രധാനമന്ത്രിയും മന്ത്രിമാരും എഴുന്നേറ്റ് നിന്നില്ല. ഭൂട്ടാൻ രാജാവ് എഴുന്നേറ്റ് നിന്നപ്പോഴും മോദി ഇരിക്കുകയായിരുന്നു. സംസ്കാര സ്ഥലത്ത് അല്പം സ്ഥലം മാത്രമാണ് കുടുംബങ്ങൾക്ക് നൽകിയത്. പൊതുജനത്തെ ഗേറ്റിന് പുറത്ത് നിർത്തിയെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. സംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കിയത് സൈന്യമാണെന്നാണ് വിശദീകരണം. മൻമോഹൻ സിംഗിന്റെ കുടുംബത്തിന് അർഹിക്കുന്ന പരിഗണന നൽകിയെന്ന് പ്രധാനമന്ത്രിമാരടക്കവും കോൺഗ്രസ് നേതാക്കൾക്കും ഇരിപ്പിടം നൽകിയെന്നും BJP നേതൃത്വം മറുപടി നൽകി. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.